എല്ലാ ആൾക്കാരും ഒരുപോലെ ആവണമെന്നില്ല. ഒരു പ്രോബ്ലത്തിന് തന്നെ 1000 ടെക്നിക്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ ആൾക്കാരെയും ഒരേപോലെ കാണാൻ പറ്റത്തില്ല. പലർക്കും പല രീതിയിൽ വേണം അതിൻ്റെ ചികിത്സ കൊടുക്കാൻ. കൈറോപ്രാക്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കപ്പിങ്, ഡ്രൈ നീഡ്ലിങ്, ടേപ്പിംഗ് മെത്തേഡ്സ്, പിന്നെ കൈനറ്റിക് കൺട്രോൾ, മൂവ്മെന്റ് തെറാപ്പി, പല ടൈപ്പിലെ സ്കൂൾസ് ഓഫ് സ്റ്റഡീസ് നമുക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ബാക്ക് പെയിൻ, നെക്ക് പെയിൻ ഉള്ള കേസുകൾ തന്നെയാണ്. എനിക്ക് തോന്നി ടെക്നോ പാർക്കെല്ലാം നമ്മൾ ഇതിൻ്റെ ചുറ്റുമൊക്കെ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ മറ്റൊരു ക്ലിനിക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ഉള്ള റിസൾട്ടേക്കാളും 100% ഉറപ്പ് തന്നെയാണ്. വളരെ സ്പീഡിൽ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ആ പേഷ്യൻറ്റിന് അക്യൂട്ട് സ്റ്റേജ് ആണോ ക്രോണിക് സ്റ്റേജ് ആണോ എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു അസസ്മെൻറ്റ് നമ്മൾ എടുത്തതിന് ശേഷം അപ്പോൾ അക്യൂട്ട് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ കറക്റ്റ് ശരിയാക്കി വിടാൻ പറ്റുന്ന കാര്യം. ആയുർവേദത്തിലാണ് നമ്മൾ കർക്കിടക ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യോഗ ടീച്ചേഴ്സ് ഉണ്ട്, അവർ ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അല്ലെ പേഴ്സണലായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഉണ്ട്, ഫങ്ഷണൽ ട്രെയിനിങ് മാത്രമായിട്ടുള്ള ഒരു ക്രോസ് ഫങ്ഷണൽ ട്രെയിനിങ് മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതല്ലാത്ത ഗ്രൂപ്പായിട്ട് കൊടുക്കുന്നുണ്ട്, ലേഡീസിന് മാത്രം കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ബിസിനസ് പ്ലസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ആങ്കർ ഫിസിയോതെറാപ്പി ആൻഡ് സ്പോർട്സ് ഫിറ്റ്നസ് സ്റ്റുഡിയോ തിരുവനന്തപുരം പട്ടം മരപ്പാലം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്നു. ഈ സ്ഥാപനം ട്രഡീഷണൽ ഫിസിയോതെറാപ്പി എന്നതിലുപരി യോഗ, ജിം, ആയുർവേദ, സൂംബ, കിഡ്സ് സ്വിമ്മിംഗ് പൂൾ തുടങ്ങി ഓരോ വ്യക്തികൾക്കും അനുയോജ്യമായ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഇവിടെ ലഭ്യമാണ്. ആധുനിക ചികിത്സാ രീതികൾ സ്വായത്തമാക്കിയ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റുമായ ശ്രീ രാഹുൽ രാജീവാണ് ഇന്ന് നമ്മുടെ അതിഥി. ശ്രീ രാഹുൽ രാജീവിനെ നമുക്ക് പരിചയപ്പെടാം. ഫിസിയോതെറാപ്പിക്ക് ആക്ച്വലി ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ആവശ്യമുണ്ട്, ജിം എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ട്, അതേപോലെ ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്പേസ് ആവശ്യമുണ്ട്. സിറ്റി ഏരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആങ്കർ ഫിസിയോതെറാപ്പി സെൻ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വിപുലമായ ഒരു ഫിസിയോതെറാപ്പി സെൻ്ററും അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും എല്ലാം ഇവിടെ സജ്ജമാണ്. ഇതിനെപ്പറ്റി വേഗത്തിലൊന്ന് പറയാൻ പറ്റുമോ? എനിക്കിവിടെ ഉള്ളതെന്ന് വെച്ചാൽ യോഗയുണ്ട്, സുംബയുണ്ട്, പിലാറ്റസ് ഉണ്ട്, ആനിമൽ ഫ്ലോ ഉണ്ട്, ഫങ്ഷണൽ ട്രെയിനിങ് ഉണ്ട്, ജിമ്മുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടും നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. യോഗ എന്ന് പറഞ്ഞാൽ യോഗ സെൻറ്റർ മാത്രമായിരിക്കും, അല്ലെങ്കിൽ സുംബയാണെങ്കിൽ സുംബ മാത്രമായിരിക്കും. നമുക്കിവിടെ ഇതെല്ലാം ഒരു കുടക്കീഴിൻ്റെ അകത്ത് കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സിബിലിറ്റി മാത്രം പോരാ. സ്ട്രെച്ചിങ്, ഇപ്പം യോഗയിൽ സ്ട്രെച്ചിങ്ങോ ഫ്ലെക്സിബിലിറ്റിയോ മാത്രമായിപ്പോൾ സുംബയിൽ വരാൻ നേരത്തെ കാർഡിയോ ആയിരിക്കും കൂടുതൽ വരുന്നത്. നമ്മളൊരു ജിം എടുക്കാൻ നേരത്തെ അതിൻ്റെ അകത്ത് ഫുൾ സ്ട്രെങ്തനിങ് കാര്യങ്ങൾ അങ്ങനെ ആയിപ്പോൾ. അപ്പോൾ അങ്ങനെ അല്ലാതെ നമുക്ക് ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു രീതിയിലുള്ള ഒരു രീതിയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം നമ്മളൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ അടുത്തും ഒരു ആക്ടർ സ്ഥിരമായിട്ട് കളിക്കാൻ പോകുന്ന ആളാണ്. പുള്ളി പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നു. പലയിടത്തായിട്ട് നമ്മൾ പല ന്യൂസുകളും വന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ വരുന്നതായിട്ട്. അതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിൽ ഈ കാര്യങ്ങളങ്ങ് ആയിപ്പോകും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചേഞ്ചസ് എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും. ബ്രെയിൻ എപ്പോഴും നമ്മൾ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും ഒരേപോലെ നടക്കാൻ പോകുന്നതിന് പകരം ഇടയ്ക്ക് സ്വിമ്മിങ്ങിന് പോകാം, 2 ദിവസം നമുക്ക് ഷട്ടിൽ കളിക്കാം, ഒരു ദിവസം യോഗ ചെയ്യാം. അങ്ങനെ ചേഞ്ചസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. അപ്പം നമ്മളിവിടെ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞ യോഗയും സുംബയും ആനിമൽ ഫ്ലോയും കളരിയും ബോക്സിങ്ങും അങ്ങനെയുള്ള എല്ലാ കാര്യവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ നല്ലൊരു വെൽ ബീയിങ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സാർ ഇവിടെ ഉള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം അതുപോലെ പ്രത്യേകതയും ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരാനുള്ള റീസൺ. ഒരാളെ എപ്പോഴും ഒരു വെൽബീയിങ് ആയിട്ട് കാണുമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ഫിസിയോതെറാപ്പി രംഗത്ത് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ അതിന് വേണ്ടിയ ചികിത്സാ രീതികൾ അവലംബിക്കുന്നതും തമ്മിൽ വളരെ പ്രാധാന്യമുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഈ എന്ത് അസുഖമാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് അവർക്ക് ഒരു ആവശ്യം തന്നെയാണ്. അപ്പം കൃത്യമായ ഒരു അസസ്മെൻറ്റും നല്ലൊരു ഡയഗ്നോസും ഇല്ലാതെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഫെയിലിയർ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മളെ സൈഡിൽ വളരെ കറക്റ്റായിട്ട് പ്രോബ്ലം എന്തെന്നുള്ളതും അതിന് പ്രോബ്ലം വരാനുള്ള കാരണം എന്തെന്നും അതിൻ്റെ റൂട്ട് കോസിനെ കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അത് തന്നെയാണ്.
അപ്പം അതിനായിട്ട് നമുക്ക് ആധുനികമായിട്ട് ഈ പറഞ്ഞുള്ള എക്സ്റേയും MRIയും അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഇതിനൊക്കെ സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. ആ സ്പെഷ്യൽ ടെസ്റ്റ് വഴി നമുക്ക് ഈ രോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള, ഇപ്പം ഒരു എക്സാമ്പിൾ നമുക്കൊരു ടെന്നീസ് എൽബോ ആണെന്നുണ്ടെങ്കിൽ ടെന്നീസ് എൽബോയ്ക്ക് ഇന്ന സ്പെഷ്യൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെന്നീസ് എൽബോയ്ക്കുള്ള പോസിറ്റീവായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ അസുഖം എന്തെന്നുള്ളത് നമുക്ക് അത് വളരെ കറക്റ്റായിട്ട് സ്പെഷ്യൽ ടെസ്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഏത് അസുഖമാണെങ്കിലും ഈ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഓർത്തോ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്കത് ആ രീതി വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്തുള്ള ഈ പ്രോപ്പറായിട്ടുള്ള അസസ്മെൻ്റ് കാരണം കൊണ്ട് നമുക്ക് ഈ റൂട്ട് കോസും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് കുറച്ചും കൂടെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. തിരുവനന്തപുരം പട്ടത്തിന് സമീപമുള്ള മരപ്പാലം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഇത്രയും വിപുലമായ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഈ ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ തുടങ്ങാനുള്ള സാഹചര്യം ഒന്ന് വിശദീകരിക്കാം. ഞാൻ ഇവിടെ കിംസ് ഹോസ്പിറ്റലിലും RCCയിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 8-9 വർഷത്തോളം അവിടെയെല്ലാം വർക്ക് ചെയ്തിട്ട് PG ഞാൻ സ്പോർട്സാണ് എടുത്തിരുന്നത്. അപ്പം പണ്ട് തൊട്ടേ ഒരു ആഗ്രഹമായിരുന്നു ഒരു വലിയൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. സ്പോർട്സ് എടുത്തതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കിംസിലെല്ലാം നമ്മൾ വർക്ക് ചെയ്തുള്ളൊരു അനുഭവം കൊണ്ടും നല്ല പെട്ടെന്നൊരു റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷം കാരണമാണ് പിന്നെ എന്തായാലും ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നും പിന്നെ അനുഭവം കൊണ്ട് നമ്മളൊരു എക്സ്പീരിയൻസ് കാരണം കൊണ്ട് നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നും അത് ജനങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ഇതിലോട്ട് വന്നത്. ആയുർവേദം, അലോപ്പതി, ഹോമിയോ ഈ ചികിത്സാ രീതികളിലെല്ലാം ഇപ്പോൾ ഫിസിയോതെറാപ്പി കടന്നു വരാറുണ്ട്. താങ്കളുടെ ഫിസിയോതെറാപ്പി സെൻറ്റർ ഏത് രീതിയിലാണ് ഈ 3 ചികിത്സാ രീതികളെയും ഇതുമായിട്ട് സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദമാണ് നമ്മൾ കൂടുതലായിട്ട് കേട്ട് വന്ന് കൊണ്ടിരുന്നത്. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ വളരെ റീസെൻ്റായിട്ട് ഒരു 10-15 വർഷത്തിനകത്താണ് ആൾക്കാർ ഫിസിയോതെറാപ്പിയെ കുറിച്ച് അറിഞ്ഞും കേട്ടും തുടങ്ങിയത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് യഥാർത്ഥം നമ്മളെ ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ചസ് കാരണം വന്ന ഇമ്പോർട്ടൻസ് ആണ് ഫിസിയോതെറാപ്പി കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടിയത്. ലൈഫ് സ്റ്റൈലിൽ പണ്ടുള്ള രീതി പോലെയല്ല ഇപ്പോഴുള്ളത്. എന്തായാലും ആ ഒരു ചേഞ്ചസ് വരുന്നതനുസരിച്ച് ഏത് മേഖലയിലായാലും ഫിസിയോതെറാപ്പിയെ അവർ മാക്സിമം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും. ഈ പണ്ടുള്ള ആളുകളുടെ രീതികൾ ഇപ്പോഴുള്ള രീതികൾ തമ്മിലുള്ള ഒരു വ്യത്യാസം വേഗത്തിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതെ, ഭയങ്കര വളരെ വലിയൊരു വ്യത്യാസമാണ്. അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് നമ്മൾ ഈ അരകല്ലും ആട്ടുകല്ലും ഒക്കെ യൂസ് ചെയ്ത ആൾക്കാർ മസിൽസ് എല്ലാം വളരെ സ്ട്രോങ് ആയിരുന്നു അവരുടെയൊക്കെ ആൾക്കാരുടെ ബോഡി. അപ്പോൾ ഒരു വീട്ടിലൊരു അമ്മ എടുക്കുവാണെങ്കിൽ അരകല്ലും ആട്ടുകല്ലും അല്ലെങ്കിൽ വെള്ളം കോരിയൊക്കെ എടുത്ത് അവരുടെയൊക്കെ മസിൽസ് ഭയങ്കര സ്ട്രോങ് ആണ്. വീട്ടിൽ അച്ഛനാണെന്നുണ്ടെങ്കിൽ ആക്സ് യൂസ് ചെയ്ത് അവർ വിറക് കെട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. മസിൽസ് എല്ലാം ഓൾറെഡി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറ്റേ മിക്സിങ് ഗ്രൈൻഡറൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടെ സിമ്പിളായി. അപ്പോൾ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ആവുന്നതനുസരിച്ച് അവരുടെ മസിൽസ് എല്ലാം അതനുസരിച്ച് വീക്കും ആയിരിക്കും. അപ്പോൾ ഈ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞാൽ ഫിസിയോതെറാപ്പിയെ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊണ്ടുവരണം. ബാബുലാൽ എന്നാണ്. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു എക്സിക്യൂട്ടീവാണ്. ഞാൻ ഒരു ഷോൾഡർ പെയിനുമായിട്ടാണ് ഇന്ന് ഇവിടെ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഡോക്ടറെ കാണുന്നതും കൺസൾട്ട് ചെയ്യുന്നതും. എൻ്റെ ഒരു സണ്ണിനിലോ ഇവിടെ വന്നൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് ഭേദപ്പെട്ടപ്പോൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ വരണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇന്ന് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് ഇവിടെ വന്നത്. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പെയിൻ വളരെ കൺസിഡറബിളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ വളരെ വിശ്വാസമുണ്ട് ഈ സ്ഥാപനത്തിൽ. ഒരുപാട് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് മെഷീനറീസ്, ഇൻസ്ട്രുമെൻറ്റ്സ് ഇവിടെ ലഭ്യമാണ് എന്നിങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഡോക്ടർ ഒന്ന് വിശദമായി പറഞ്ഞു തരാമോ? നമുക്ക് ട്രഡീഷണൽ ആയിട്ട് പണ്ട് മുതൽക്കേ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ എപ്പോഴും കാണുന്നത് കുറച്ച് ചൂട് വയ്ക്കുക അല്ലെങ്കിൽ ലൈറ്റ് IR വയ്ക്കുക എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് ചേഞ്ചായി. ഇലക്ട്രോതെറാപ്പിയിൽ നിന്നൊക്കെ ഒരുപാട് ചേഞ്ചായി. മാനുവൽ തെറാപ്പി കൂടുതൽ യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ അതുമാത്രമല്ല കൈറോപ്രാക്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കപ്പിങ്, ഡ്രൈ നീഡ്ലിങ്,
ടേപ്പിംഗ് മെത്തേഡ്സ്, പിന്നെ കൈനറ്റിക് കൺട്രോൾ, മൂവ്മെൻറ്റ് തെറാപ്പി, നമുക്ക് ഒരുപാട് സ്കൂൾസ് ഓഫ് സ്റ്റഡീസ് നമുക്ക് ഫിസിയോതെറാപ്പിയിൽ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള മുള്ളഗൻ കൺസെപ്റ്റ്, അങ്ങനെ പല ടൈപ്പിലെ സ്കൂൾസ് ഓഫ് സ്റ്റഡീസ് നമുക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാ ആൾക്കാരും ഒരുപോലെ ആണോന്നില്ല. ഒരു പ്രോബ്ലത്തിന് തന്നെ 1000 ടെക്നിക്സ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ ആൾക്കാരെയും ഒരേപോലെ കാണാൻ പറ്റത്തില്ല. പലർക്കും പല രീതിയിൽ വേണം അതിൻ്റെ ചികിത്സ കൊടുക്കാൻ. ഇവിടെ ഈ ട്രീറ്റ്മെന്റ് അല്ലാതെ ഈ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് വന്ന് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ അവൈലബിൾ ആണ്? റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ആയുർവേദത്തിലാണ് നമ്മൾ കർക്കിടക ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യോഗ ടീച്ചേഴ്സ് ഉണ്ട്, അവർ ഗ്രൂപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അല്ലെ പേഴ്സണൽ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഉണ്ട്, ഫങ്ഷണൽ ട്രെയിനിങ് മാത്രമായിട്ടുള്ള ഒരു ക്രോസ് ഫിറ്റ് ഫങ്ഷണൽ ട്രെയിനിങ് മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതല്ലാതെ ഗ്രൂപ്പായിട്ട് കൊടുക്കുന്നുണ്ട്, ലേഡീസിന് മാത്രം കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അങ്ങനെ എല്ലാ രീതിയിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ് വരുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫിസിയോതെറാപ്പി സെന്റർ എന്നുള്ള ഒരു ഫോക്കസ് വിട്ടിട്ട് നമുക്കിതൊരു ഹെൽത്ത് വെൽനസ് സെന്റർ എന്ന് വിളിക്കുന്നതായിരിക്കും. നമ്മൾ ആങ്കർ ഫിസിയോതെറാപ്പി ആൻഡ് സ്പോർട്സ് ഫിറ്റ്നസ് സ്റ്റുഡിയോ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആണ്. ഇതിൻ്റെ അകത്ത് ന്യൂറോ മസ്കുലോസ്കെലറ്റൽ റീഹാബിലിറ്റേഷൻ ഹോളിസ്റ്റിക് അപ്രോച്ച് കൂടെ ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മളത് മുമ്പോട്ട്. അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ബേസിക്കലി ഞാൻ സ്പോർട്സ് MBT സ്പോർട്സ് ആണെങ്കിൽ പോലും നമ്മൾ ന്യൂറോ കേസുകളും കാർഡിയോ, കുട്ടികൾ, അങ്ങനെ പീഡിയാട്രിക്, അങ്ങനെയുള്ള എല്ലാ കേസുകളും നമ്മൾ കാണുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകാർ വന്നു പോകുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഒക്കെ അതിനെ സ്പെഷ്യലൈസ് ചെയ്ത റെക്കഗ്നൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടേഴ്സ് കണ്ടതിന് ശേഷമേ നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട്. ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കുമല്ലോ കൂടുതലായി ഫിസിയോതെറാപ്പി സെന്റേഴ്സിൽ എത്തുന്നത്. എന്തൊക്കെ ഈ പെയിൻസ്, ജോയിന്റ് പെയിൻസ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള ഇഷ്യൂസുമായിട്ടാണ് കൂടുതലും ഇവിടെ രോഗികൾ എത്തുന്നത്? അത് ട്രീറ്റ്മെന്റിന് എത്രമാത്രം കാലതാമസം എടുക്കാറുണ്ട്, അല്ലെങ്കിൽ എത്ര വേഗം ഇത് സുഖപ്പെടുത്താൻ കഴിയും? അതുപോലെ എന്തൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും ഇതിന് നിങ്ങൾ അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. നമ്മൾ ഓർത്തോ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ന്യൂറോയും കാർഡിയോയും പീഡിയാട്രിക്കും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഞാനിവിടെ കൂടുതൽ എനിക്കിവിടെ വരുന്ന ആൾക്കാരെല്ലാം ഓർത്തോ റിലേറ്റഡുള്ള സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. അതെല്ലാം ഫിസിയോതെറാപ്പി ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഓരോരോ ഇഷ്യൂസ് അനുസരിച്ച് വരുന്നത്. പിന്നെ ഓർത്തോ റിലേറ്റഡുള്ള ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ബാക്ക് പെയിൻ, നെക്ക് പെയിൻ ഉള്ള കേസുകൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ടെക്നോ പാർക്കെല്ലാം നമ്മൾ ഇതിൻ്റെ ചുറ്റുമൊക്കെ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ. പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിലുള്ള ചേഞ്ചസും ഒക്കെ അനുസരിച്ച് ബാക്ക് പെയിനും നെക്ക് പെയിനും മൊബൈലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതൊക്കെയാണ് കൂടുതൽ വരുന്നത്. നമുക്കത് മാത്രമല്ല, സാധാരണ മറ്റൊരു ക്ലിനിക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ഉള്ള റിസൾട്ടേക്കാളും ഞാൻ ഒരു 100% ഉറപ്പ് തരാണ്. വളരെ സ്പീഡിൽ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള നല്ലൊരു ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. രോഗിക്ക് അല്ലെങ്കിൽ ഇവിടെ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ളത് ഏതാണോ അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഇത് കൊടുക്കാൻ പറ്റും. യോഗയാണെന്നല്ലെങ്കിൽ യോഗയിലോട്ട് തിരിക്കാൻ പറ്റും, അല്ലാത്ത ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അതിലോട്ട്. അപ്പൊ ഏത് ആ പേഷ്യന്റിനെ നോക്കി തിരിച്ചുവിടാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് ആ പേഷ്യൻറ്റിന് ഒരു അക്യൂട്ട് സ്റ്റേജ് ആണോ ക്രോണിക് സ്റ്റേജ് ആണോ എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു അസസ്മെൻറ്റ് നമ്മൾ എടുത്തതിന് ശേഷം പ്രോപ്പറായിട്ടൊരു അസസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അക്യൂട്ട് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ കറക്റ്റ് ശരിയാക്കി വിടാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമുക്ക് ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കി വിടാൻ പറ്റും. അതേസമയം ക്രോണിക് ആകുമ്പോൾ അതായത് കുറച്ച് നാൾ, 1 മാസത്തിൽ കൂടുതൽ വരുന്ന വേദനകൾ, വെച്ചുകൊണ്ടിരിക്കുന്ന വേദനകളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈം നമുക്ക് ചിലപ്പോൾ എടുക്കും. ചിലപ്പം ഈ ടൈം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ വിചാരിക്കും കുറേ നാളെടുക്കുമെന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമുക്കൊരു 1-2 സെഷന് പകരം ഒരു 5-6 സെഷൻ ചിലപ്പോൾ എടുക്കേണ്ടി വരും. മേ ബി അത് ഉറപ്പായിട്ടും അങ്ങനെ എടുത്തേ പറ്റൂ എന്നുള്ളതല്ല. അത് നമ്മൾ ആ പ്രോപ്പറായിട്ടുള്ള അസസ്മെൻറ്റ് എടുത്തതിന് ശേഷമുള്ള തന്നെയാണ്. പിന്നെ അവിടെ അസസ്മെൻറ്റിൽ തന്നെ നമുക്ക് അവിടെ ഒരു സൈക്കോളജി സപ്പോർട്ട് ആവശ്യമുണ്ടോ, ഒരു ഡയറ്റീഷ്യൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ആയുർവേദം കാണിക്കണോ, അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണോ, ഏത് ഡോക്ടറെ കാണിക്കണം, അങ്ങനെയുള്ള അഡ്വൈസ് കൊടുക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്കത് കൊടുക്കാനും പറ്റും. അപ്പോൾ അതനുസരിച്ചുള്ള അങ്ങനെ തിരിച്ചുവിടുകയും ചെയ്യും. ഇപ്പോൾ ആദ്യം ചിലപ്പം ഒരുപാട് പ്രശ്നങ്ങളും നമ്മൾ ഫാമിലി ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അവർക്കൊരു സൈക്കോളജി സപ്പോർട്ടും ചെയ്ത് അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പി ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളത് മാനിപ്പുലേറ്റ് ചെയ്ത് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്.
ഇവിടെ വന്ന് ഇതിനെപ്പറ്റിയെല്ലാം അറിയാൻ സാധിച്ചിട്ട് വളരെ സന്തോഷം. ബിസിനസ് പ്ലസിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു.